നിന്റെ സ്വന്തപ്പെട്ടത്, നിനക്ക് അർഹതപ്പെട്ടത്, നിനക്ക് അവകാശപ്പെട്ടത്, നീ സ്വന്തമായി അതിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇരിക്കുന്ന വിഷയങ്ങളുടെ മേലെ ദൈവം കൈവെക്കുമ്പോൾ അത് സമർപ്പിക്കാനുള്ളതാണെന്നാണ് കുരിശ് പഠിപ്പിക്കുന്ന പാഠം. കൈയടിച്ച് കിടന്നാണ്. ആരാധന 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 ആരാധന. Praise the Lord. അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അച്ഛാ എൻ്റെ ഓപ്പറേഷനും കഴിയുമ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം അവർ പറഞ്ഞു. അപ്പോഴും ഞാൻ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കരുണയോടെയും കർത്താവിനെ പോലെ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്താ സംഭവം എന്നറിയോ? അവർ പറഞ്ഞത്, അച്ഛാ ഞാൻ 41 വർഷമായി ഈശോൻ്റെ കൂടെ നടക്കുന്നത്, എന്നിട്ടും എനിക്ക് ഗതി. അതാണ് കുഴപ്പം. അത്രയും നേരം കുഴപ്പമില്ല, ഇനി ഇപ്പോഴാണ് ഷോർട്ടായത്. എന്താണ് 41 വർഷമായി ഞാൻ കർത്താവിൽ നിന്ന് വിളിച്ച് നടക്കണത്. അവരത് പറയുമ്പോൾ ഒരു ഹിസ്റ്ററി ഉണ്ട്, അതിനൊക്കെ ചരിത്രമുണ്ട്. കാര്യം അവരെ എല്ലാ പ്രയാസകാലങ്ങളിലും ഒക്കെ നല്ല ദൈവപൈതലായിട്ട് ജീവിച്ച ആളാണെന്നാണ് അവർ പറയണത്. അപ്പോൾ അത്രയും കൃത്യമായിട്ട് വിശ്വാസം കാത്ത് രക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ, സെൻറ്റ് പോളും പറയുമല്ലോ, ഞാൻ നല്ല ഓട്ടം ഓടി വിശ്വാസം സംരക്ഷിച്ചു. അതുപോലെയുള്ള ഒരു വർത്തമാനമാണ് പറഞ്ഞത്. പക്ഷെ എന്നിട്ട് എനിക്കെന്താ ആരുമില്ലാണ്ടായി പോയതെന്ന്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രത്യേക ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെയും സിസ്റ്റം അനുസരിച്ച് കൊണ്ട് ആർക്കും ടൈം സ്പെയർ ചെയ്യാൻ ഇല്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ വരുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഈ ഉടമ്പടി ക്രിസ്ത്യാനി എന്നാ ചെയ്യും? നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തിരിക്കണാണല്ലേ. ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്താ? ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താ? ഉടമ്പടി ഇങ്ങനെ പുരോഗമിക്കുന്നത് കാണാം ബൈബിളിലെ. അച്ഛനെ എപ്പോഴും പറയാറുണ്ട് അല്ലേ, അബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടി വാക്കാൽ ഉടമ്പടിയാണ്. അതിൻ്റെ വാഗ്ദാനം എന്താണ്? സന്താനവും സ്ഥലവുമാണ് ഇല്ലേ. മോസസിനോട് ചെയ്ത ഉടമ്പടി റിട്ടൺ ഉടമ്പടിയാണ്. എഴുതിക്കൊടുത്തു ദൈവം ഉടമ്പടി, പ്രമാണങ്ങളെ എഴുതിക്കൊടുത്തു. അതിൻ്റെ വാഗ്ദാനം എന്താ? തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ദേശമാണ്. വീണ്ടും ഉടമ്പടി പുരോഗമിച്ചപ്പോൾ കർത്താവിൻ്റെ കാലം വന്നു. കർത്താവിൻ്റെ ഉടമ്പടി എന്താ? വാക്കാൽ ഉടമ്പടിയാണ്, റിട്ടൺ ഉടമ്പടിയാണ്. അതേസമയം തന്നെ ചെയ്യണ കർമ്മത്തിൻ്റെ ഉടമ്പടിയാണ്. കർത്താവ് കുർബാനയെ പുതിയ ഉടമ്പടിയാക്കി ഇല്ലേ, പുതിയ ഉടമ്പടിയാക്കി. അത് ഉടമ്പടി ചെയ്തത് അല്ല, ഡു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളും ഈ ഉടമ്പടി അനുഷ്ഠിക്കണം. അതിൻ്റെ വാഗ്ദാനം എന്താ? കർത്താവിൻ്റെ പുതിയ ഉടമ്പടി വാഗ്ദാനം എന്താണ്? 1 യോഹന്നാൻ 2:25 എന്താ പറയണത്? നിത്യതയാണ് വാഗ്ദാനമെന്ന്. പ്രൈസ് ദ ലോർഡ്. കുർബാന അർപ്പിക്കപ്പെടുന്നതും കുർബാന സ്വീകരിക്കുന്നതും എന്തിനാണ്? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിനും ഞാൻ അവനിന് വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. എന്നെ അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഉടമ്പടിയിലെല്ലാം ആദ്യകാലം മുതൽ അവസാനം വരെയുള്ള എല്ലാം കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട്, പൊതുവായിട്ടുള്ള കാര്യം. എന്താ? ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലേ.
ദൈവത്തിൻ്റെ സാന്നിധ്യം. മോസസിനോടും പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരും. കർത്താവ് നമ്മളോട് പറഞ്ഞു, അന്ത്യം വരെ ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ആ ചേച്ചി എന്നാ പറഞ്ഞത്? ഞാൻ അനാഥയാണെന്നല്ല പറഞ്ഞത്. ഓപ്പറേഷൻ കഴിയുമ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ എനിക്കാരുമില്ല എന്ന് പറഞ്ഞു, അല്ലേ? ഓരോരോ കാര്യങ്ങളോട് അടുക്കുമ്പോഴാണ് ആ കാര്യങ്ങളുടെ അഗ്നി നമുക്ക് മനസ്സിലാവണത്, അതിൻ്റെ ചൂട്. അങ്ങനെ ഓരോ വ്യക്തിയും ഉള്ളിൽ അനാഥമാണെന്നും അനാഥയാണെന്നും അനാഥനാണെന്നും ഒക്കെ ചിന്തിക്കേണ്ട ചില സാഹചര്യത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ മക്കളെ വിചാരിക്കണം, ആരെ നിങ്ങൾ ഓർഫണാക്കിയാലും ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ല. ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ അബാൻഡൻ ആണെന്ന് തോന്നുന്ന ആൾക്കാരെ നമുക്കറിയാമല്ലോ. യോഹന്നാന്റെ 13-ാം അധ്യായത്തിലാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കണത്, അല്ലേ? അത് സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് 14-ാം അധ്യായത്തിലാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്, ഐ വിൽ നോട്ട് ലെറ്റ് യു ഓർഫൺ, ഞാൻ നിന്നെ അനാഥമായി വിടത്തില്ല. 14-18 തിരുവചനമാണ്. കുർബാന സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് പറയണതാണത്. അഥവാ യോഹന്നാൻ അത് ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കുർബാന സ്ഥാപനത്തിന് ശേഷമാണ് പറയണത്, ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്ന് 14-18 പറയുമ്പോൾ ഈശോ പിരിഞ്ഞു പോകാൻ നിർത്തും. ആ വാക്കിന് അടിവരയിട്ട് പറയും, അവസാനം വരെ. അനാഥമായി വിടാത്തത് എപ്പോഴാണ്? അവസാനം വരെയാണ്, ഇടക്കും തലക്കും അല്ലെന്ന്. ഏതെങ്കിലും 5 വർഷം നിങ്ങളെ കൂടെ നിന്നിട്ട് നമ്മുടെ ബന്ധുക്കൾ പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ 5 വർഷം നമ്മളിന്ന് മാറി നിൽക്കും, ഇല്ലേ? നമ്മുടെ കമ്പനി ആയാലും കൃഷി ആയാലും കൂട്ടുകമ്പനി ആയാലും ആരായാലും കാലത്തിൽ വിട്ടുവിട്ടാണ് നിൽക്കണത്. അവസാനം വരെ ആരും നിൽക്കത്തില്ല. ഈ കാലത്തിൽ വിട്ടുവിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് നീ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ദൈവവേദലെ നോൻപ് കാലത്ത് ഉപവസിക്കണം. എൻ്റെ കർത്താവേ, കാലത്തിൽ ഓരോരോ കാലത്തിലും ഓരോരോ പുതിയ സംവിധാനങ്ങളും പുതിയ പ്രസ്ഥാനങ്ങളും പുതിയ വർക്ക് ഫീൽഡും പുതിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളും പഠനങ്ങളും ഒക്കെ വരുമ്പോൾ വിട്ടിട്ട് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ ദൈവതുല്യമായിട്ട് കണ്ടിട്ട് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ അകന്നു പോകുന്നത് കൊണ്ട് വേദനയായാലും ശരി, അകന്നു പോണതായിട്ട് നമ്മൾ അറിഞ്ഞാലും നമ്മൾ ഇട്ട് കളയുമ്പോഴുണ്ടാകുന്ന വേദനയായാലും ശരി, എല്ലാം വിഗ്രഹാരാധനയാണ്. വേദന വിഗ്രഹാരാധനയുടെ ഒരു രൂപം ചില സമയത്ത് സ്വീകരിക്കുമ്പോൾ നീ മനസ്സിലാക്കണം, 1-ാം പ്രമാണം ലംഘിച്ച് നിൽക്കുന്ന ഒരു പാപിയാണ് നീ എന്ന്. മനസ്സിലായോ പറയണത്? വേദന 1-ാം പ്രമാണം ലംഘിക്കുന്ന രീതിയിലേക്ക് വരും ചില സമയത്ത്. എന്താ? അതായത് ഓരോരുത്തരും ഓരോരോ കാലത്തിൽ ഓരോരോ അസൈൻമെൻറ്റിൻ്റെ പേരിൽ നീ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്ന വ്യക്തികൾ നിന്നിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ, അവർ പിരിഞ്ഞു പോകുന്നവരോടുകൂടി നിൻ്റെ പഠനം നിർത്തി അവർ പിരിഞ്ഞു പോകുന്നവരോടുകൂടി നിനക്ക് നിൻ്റെ പ്രാർത്ഥന നിർത്തി അങ്ങനെ അല്ലേ? പ്രാർത്ഥന നിർത്തിയിട്ടില്ലേ എത്രയോ പേര്? സ്വന്തങ്ങളും ബന്ധങ്ങളും ഒക്കെ കൈമോശം വന്നു പോകുമ്പോൾ നീ പിന്നെ പ്രാർത്ഥനയില്ലാതെ മൂഡ് ഔട്ടായി അങ്ങനെ ഇരിക്കില്ലേ? അങ്ങനെയുള്ള വികാരങ്ങളെല്ലാം വിഗ്രഹാരാധന ബലമാണ് ചെയ്യണത്. എന്താ? നീ 1-ാം സ്ഥാനം കൊടുത്തിരിക്കണ ദൈവത്തിനല്ല. അതുകൊണ്ട് ഈശോ എന്നാ പറയുന്നത്? ഇങ്ങനെ വിട്ടുവിട്ട് പിടിക്കണ ആളല്ല ഞാൻ. കാലത്തിൻ്റെ അവസാനം വരെ 28-20 മത്തായിയുടെ സുവിശേഷത്തിലെ അത് ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ലെന്നുള്ള 14-18 യോഹന്നാന്റെ തിരുവചനത്തോടെ എപ്പോഴൊക്കെ അനാഥരായി വിടത്തില്ലെന്ന് കർത്താവ് കാലത്തിൻ്റെ കൃത്യതയിൽ പറയുന്നുണ്ട്. അവസാനം വരെയാണെന്ന്. ഇടക്കം തിലക്കുമല്ല. അത് നീ വിശ്വസിക്കണം ദൈവവേദലേ. നീ വിശ്വസിക്കുമ്പോഴാണ് നിനക്കത് പ്രയോജനപ്പെട്ടത്. അവർ കേട്ട വചനം അവർ വിശ്വസിച്ചില്ല, കാരണം അവർക്കത് പ്രയോജനപ്പെട്ടില്ല. വചനമാണത്. നമ്മൾ ഹെബ്രായർ 4:2 വായിക്കുമ്പോൾ എന്താ പറയണത്?
അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. വചനം എന്തിനുള്ളതാ? പ്രയോജനപ്പെടാനാണ്. വചനം എന്താ പറയണത്? കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഇപ്പം നമ്മൾ യോഹന്നാൻ 14:18 അതുപോലെ തന്നെ മത്തായി 28:20 കൂടി കൂട്ടിവെക്കുമ്പോൾ നമുക്ക് ഒരു വചനം കിട്ടും. എന്താ? കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് എന്താ? കർത്താവിൻ്റെ മനസ്സല്ലേ. കർത്താവിൻ്റെ മനസ്സെങ്ങനെ വെളിവാകണത്? ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറച്ച് കാലത്തേക്കെന്നല്ല. അതിൻ്റെ അർത്ഥം നീ ഓർഫണായാലും നീ ICUവിലായാലും നീ വെന്റിലേറ്റർ ആയാലും I will be with you unto the last. കൈ അടിച്ചു കർത്താണ്. എൻ്റെ പേര് മേരി ട്രീസ. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഞാൻ 25/9/2021 ആദ്യമായി ഉടമ്പടി എടുത്തു. ഇതെൻ്റെ 14ാമത്തെ ഉടമ്പടി പുതുക്കലാണ്, 2ാമത്തെ സാക്ഷ്യപ്പെടുത്തലും. ഈ പുണ്യഭൂമിയിൽ വീണ്ടും സാക്ഷ്യം പറയുവാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. ഉടമ്പടിക്കാലം എനിക്ക് ദർശനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ദൈവസ്പർശനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. കർത്താവ് എന്നെ ആകർഷിച്ചു എന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. കാരണം എൻ്റെ ഭർത്താവിൻ്റെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ആ ജോലി ഔചാരിതമായി നഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനുവദിച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നു. എനിക്ക് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ബാങ്കുകളിൽ നിന്ന് നോട്ടീസ് വന്നുകൊണ്ടേയിരുന്നു. ഞാൻ ആ സമയത്ത് വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി പ്രകാരം ജീവിച്ചു തുടങ്ങി. പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ ജപ്തിയായി. ബാങ്കിൽ നിന്ന് ആളുകൾ വന്ന് ഞങ്ങളോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. ഞങ്ങളോട് വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുക്കാൻ ആവശ്യപ്പെട്ടു. എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതായി തോന്നിയ ഉടമ്പടി പത്രവും ഉടമ്പടി വസ്തുക്കളും ഒരു ബൈബിളും ഞാൻ കയ്യിലെടുത്തു ആദ്യം. പിന്നെ അത്യാവശ്യം ചില വസ്ത്രങ്ങളും ചില സർട്ടിഫിക്കറ്റുകളും. എന്നിട്ട് ഞാൻ ഒരു നിമിഷം അവിടെ നിന്ന് കർത്താവിനെ സ്തുതിച്ചു. ഉടമ്പടി ധ്യാനത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മക്കളെ, ക്യാൻസർ 4th സ്റ്റേജ് ആയാലും വീട് ജപ്തിയായാലും കർത്താവിനെ സ്തുതിക്കണമെന്ന്. അന്ന് ഞാൻ വിചാരിച്ചു, ഈ വേദനയ്ക്കിടയിൽ എങ്ങനെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? പക്ഷേ ഇന്ന് എനിക്കത് സാധിച്ചു. ഞാൻ കർത്താവിനെ സ്തുതിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ വീട് വിട്ട് ഇറങ്ങുകയാണ്. ഈ വീട് അമ്മയെ ഞാൻ ഏൽപ്പിക്കുന്നു. തക്ക സമയത്ത് എനിക്കത് തിരിച്ചു തരണമേ എന്ന്. ഞാനും എൻ്റെ ഹസ്ബൻഡും വീട്ടിൽ നിന്നിറങ്ങി. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ആരോ പറഞ്ഞു, നിന്നെ ഇറക്കിവിട്ട ഈ ബാങ്ക് മാനേജരെയും അസിസ്റ്റൻ്റ് മാനേജരെയും നീ നിൻ്റെ കണ്ണുകൾ കൊണ്ട് ഇനി കാണില്ല എന്ന്. ഞങ്ങൾ ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് താമസമായി. വീട് മാറിയെങ്കിലും കർത്താവിൻ്റെ ജോലികൾ ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു. ദിവസവും ദിവ്യകുർബാനയിൽ പങ്കെടുത്തു. 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ചു. കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ 2-3 വീടുകൾ വീണ്ടും മാറി. പക്ഷേ എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വന്നില്ല. ഞാനൊരു ദിവസം ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഈ ഉടമ്പടിയിൽ ഞാനിനി എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഞാൻ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തു തന്നെയായാലും ഞാൻ മാറ്റം വരുത്താം, എന്നെ അറിയിച്ചാൽ മതിയെന്ന്. ഒരു ദിവസം ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് സ്വർഗം തുറക്കുന്നതായും ദിവ്യകാരുണ്യനാഥൻ സൂര്യപ്രഭയോടെ എഴുന്നള്ളി വരുന്നതും ഞാൻ കണ്ടു. അതിനെ തുടർന്ന് ഈശോ പുറത്തു വന്ന് ഒരു കുഞ്ഞിന് ദിവ്യകാരുണ്യം എടുത്ത് നൽകി. പരിശുദ്ധ അമ്മ തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു, കൂടെ ഒരു മാലാഖയും. ഈ ദൃശ്യം വളരെ സമയം എനിക്ക് കാണാൻ സാധിച്ചു. കാരണം ഇത് നീ കണ്ടത് സ്വപ്നമല്ല, നീ എന്നെ തന്നെയാണ് കണ്ടതെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഈ ദൃശ്യം ഒത്തിരി സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് മാറിപ്പോയി. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിനക്ക് പപ്പയ്ക്ക് 93 വയസ്സായില്ലേ,
നീ കുർബാനയും കുമ്പസാരവും പപ്പയ്ക്ക് കൊടുക്കണമെന്ന്. പക്ഷെ ഞാനത് കേട്ടെങ്കിലും എൻ്റെ സ്റ്റാറ്റസ് ഞാൻ ഓർത്തു. ഹസ്ബൻഡ് മാനേജിങ് ഡയറക്ടർ. ഞാൻ താമസിക്കുന്നത് വലിയ ആർഭാടമുള്ള വീട്ടിൽ. എൻ്റെ മൂത്ത മകൾ ഡോക്ടറാണ്. രണ്ടാമത്തെ മകൻ MBBS പഠിക്കുന്നു. ഞാനൊരു അധ്യാപിക. ഈ സ്റ്റാറ്റസിൽ നിന്ന് ഞാൻ താമസിക്കുന്നത് ഒരു മുറി പോലെയുള്ള സൗകര്യമുള്ള ഒരു വീട്ടിൽ. എനിക്കത് മറ്റൊരാളെ കാണിക്കാൻ മനസ്സ് വന്നില്ല. എങ്കിലും എൻ്റെ പപ്പയ്ക്ക് കർത്താവിനെ കൊടുക്കണമെന്ന് കരുതി ഞാൻ എൻ്റെ ആ സ്റ്റാറ്റസ് വലിച്ചെറിഞ്ഞു. ഒരു പുരോഹിതനെ കൊണ്ടുവന്ന് പപ്പയ്ക്ക് കുമ്പസാരവും കുർബാനയും കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ചു, നിങ്ങളുടെ വീട്, ജപ്തി ചെയ്ത വീട് ഞങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കെതിരായി ഞങ്ങൾ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും വേഗം ബാങ്കിൽ വരണമെന്ന്. ഞാൻ കാശ് രൂപ മുറുകെ പിടിച്ചു. ഉടമ്പടി ഉപ്പെടുത്ത് ബാങ്കിൻ്റെ കോർണറിൽ വിതറി. ഞാൻ ബാങ്ക് മാനേജറുടെ റൂമിൽ കടന്നു. എന്നോടൊപ്പം എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണുകളെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പഴയ ബാങ്ക് മാനേജർ മാറി വളരെ ശാന്തശീലനായ ഒരു മാനേജരെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹം ഞങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. 22 ലക്ഷം രൂപ നിങ്ങൾ കോടതിയിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. എൻ്റെ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി. പക്ഷെ ഞാൻ അറിയാതെ ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വന്നു. അതെങ്ങനെ വന്നെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. കർത്താവേ, എൻ്റെ ഹൃദയം നിൻ്റെ തിരുഹൃദയം പോലെ ആക്കണമേ എന്ന്. ഈ പ്രാർത്ഥന ഞാൻ സദാ ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു ദിവസം പ്രതീക്ഷീകരണ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ കർത്താവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം എനിക്ക് കൈയെത്താവുന്ന അകലത്തിൽ കർത്താവിൻ്റെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ടു. അഗ്നിജ്വാല പോലെ അതങ്ങ് തിളങ്ങി. അതിൽ ധാരാളം മിന്നൽ പിണറുകളെയും ഞാൻ കണ്ടു. എനിക്കിതെന്താണെന്ന് തന്നെ ഇപ്പോഴും മനസ്സിലായില്ല ഇതിൻ്റെ അർത്ഥം. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സർവീസ് സംബന്ധമായ കുറച്ച് കാശ്, അതായത് 11 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു. ഉടനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, അവർ 22 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. എനിക്ക് 11 ലക്ഷം രൂപയേ ഉള്ളൂ. ഈ പൈസ കൊണ്ട് എൻ്റെ വീട് എനിക്ക് എടുത്തു തരണം. എന്നിട്ട് ഞാൻ ബാങ്കുകാരെ വിളിച്ചു. ഞങ്ങൾ സെറ്റിൽമെൻറ്റ് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകൾ ചോദിച്ചു, അമ്മേ, 11 ലക്ഷം രൂപയല്ലേ ഉള്ളൂ, 22 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് നടക്കുക? ഞാൻ പറഞ്ഞു, നീ നോക്കിക്കോ, മാതാവ് അത് ശരിയാക്കി തരും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കോടതിയിൽ പോകേണ്ട സമയമായി. ഞാൻ കോടതിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എത്തി. കാശ് രൂപ മുറുകെ പിടിച്ചാണ് ഞാൻ പോയത്. ഞാൻ അവിടെ കാത്തിരുന്നു. അസിസ്റ്റൻറ്റ് മാനേജർ അതാ വരുന്നു. മാതാവിൻ്റെ രൂപസാദൃശ്യമുള്ള ചുരിദാറിട്ട സൗമ്യയായ സ്നേഹസമ്പന്നയായ ഒരു അസിസ്റ്റൻ്റ് മാനേജർ എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചു. എന്നോട് പറഞ്ഞു, ഒരു പുതിയ സ്കീമുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, പക്ഷേ ഈ സ്കീം ഇപ്പം വരേണ്ടതല്ല, ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല എന്നവർ എന്നോട് പറഞ്ഞു. ഇതനുസരിച്ച് നിങ്ങൾക്ക് വളരെ കുറച്ച് സംഖ്യ അടച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ എത്ര ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 11 ലക്ഷം. 1 രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ എൻ്റെ അക്കൗണ്ടിൽ വന്ന 11 ലക്ഷം രൂപയ്ക്ക് മാതാവ് എൻ്റെ വീട് തിരികെ എനിക്ക് തന്നു. ഏശയ്യ 45:2. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നികത്തുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും എന്ന വചനം എൻ്റെ ജീവിതത്തിൽ ജീവനുള്ളതായി മാറി. ഇത്രയും അനുഗ്രഹം ചൊരിഞ്ഞ കർത്താവിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ഈ ഉടമ്പടി കാലം എനിക്ക് ചില ബോധ്യങ്ങൾ നൽകി. എപ്പോഴെങ്കിലും നമ്മൾ ഉടമ്പടി എടുക്കുമെന്നും വിശുദ്ധ ജീവിതം നയിക്കുമെന്ന് കർത്താവിന് അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് അത് സെറ്റ് ചെയ്യും. അതിനുദാഹരണമാണ് എൻ്റെ വീടിൻ്റെ ജപ്തി. അതായത് 5 സെൻറ്റ് സ്ഥലവും വീടുമാണ് ഞങ്ങൾ കൊടുത്തിരുന്നത് ബാങ്കുകാർക്ക്. പക്ഷേ ഞങ്ങളുടെ വീടിരിക്കുന്നത് 5 സെൻറ്റിന് പുറത്ത്. അത് ഞങ്ങളോ ബാങ്കുകാരോ അറിഞ്ഞില്ല.
അവർ വിൽക്കാൻ പോയപ്പോഴാണ് ഞങ്ങളുടെ വീട് 5 സെൻറ്റിന് പുറത്താണെന്നറിഞ്ഞത്. ഇത് കർത്താവ് സെറ്റ് ചെയ്തതാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. കാരണം എല്ലാ വഴികളും അടച്ചാണ് ബാങ്കുകാർ ലോൺ തരുന്നത്. അവർക്ക് പോലും അത് കണ്ടെത്താനായില്ല. പിന്നെ മറ്റൊരു ബോധ്യം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കർത്താവിനെ കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചാൽ നമുക്ക് ഉടമ്പടിക്കാലത്ത് നമുക്ക് കർത്താവിനെ കാണാൻ സാധിക്കും. ഇതെനിക്ക് രണ്ടാമത് ലഭിച്ച ബോധ്യമാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൂടുതൽ വാങ്ങിക്കും. ആ പത്രങ്ങളെല്ലാം ഞാൻ പൊതുവായ സ്ഥലങ്ങളിലാണ് കൊടുക്കുന്നത്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, പാർക്ക്, മാർക്കറ്റ് ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഞാനത് കൊടുക്കുന്നത്. ഞാനത് കൊന്തച്ചൊല്ലി ചിലപ്പോൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ ഓരോ പത്രത്തിലും ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപഠനം പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ യൂത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരു പത്രം കൊടുത്ത് കുറേ വിദ്യാർത്ഥികളെ ഞാൻ ഉൾപ്പെടുത്തി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറയും. പിന്നെ യൂട്യൂബിലെ സാക്ഷ്യങ്ങളെ പറ്റി പറയും, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ പറ്റി പറയും. ആദ്യം എന്നെ ഒന്ന് പരിഹസിക്കുമെങ്കിലും പിന്നീട് അവരിൽ ആ ഒരു അത്ഭുതവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നിറയുന്നത് പോലെ എനിക്ക് തോന്നും. പിന്നെ ഞാൻ പത്രം എനിക്ക് തീരുമ്പം വളരെ വിഷമമാണ്. അപ്പം ഞാൻ പള്ളികളിലൊക്കെ ചിലപ്പം കൂട്ടിക്കിടക്കുന്ന പത്രങ്ങൾ എടുക്കും. അതെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വീണ്ടും പ്രാർത്ഥിച്ച് അതും കൊടുക്കും. അത് കഴിയുമ്പോഴും എനിക്ക് വീണ്ടും പത്രമില്ലാതെ വരും. പിന്നെ ഞാൻ പള്ളികളിൽ ഓരോരുത്തരും വായിച്ചിട്ട് അവിടെ കിടക്കുന്ന പത്രങ്ങൾ ഞാൻ കളക്ട് ചെയ്ത് എൻ്റെ ബാഗിൽ വയ്ക്കും. എന്നിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്നത് അവരെ നോക്കി ഞാൻ ആ പത്രം അവർക്ക് കൊടുക്കുകയും കൃപാസനത്തെ പറ്റിയും മാതാവിനെ പറ്റിയും ഈശോയെ പറ്റിയും ഞാൻ അവരോട് പറയുകയും ചെയ്യും. പിന്നെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളെല്ലാം മുടങ്ങാതെ കാണാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി എൻ്റെ സുഹൃത്തുക്കൾക്ക് അവരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ശ്രദ്ധയോടും ദൈവസ്നേഹത്തെയും കൂടെയാണ് ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത്. എല്ലാ മാസവും എല്ലാ ദിവസവും ഞാൻ 2 പൊതി ആഹാരം കരുതും. പള്ളിയിൽ പോകുമ്പോൾ സാധുക്കൾക്ക് ഞാനത് 2 പൊതി കൊടുക്കും. പിന്നെ എല്ലാ മാസത്തിലും ഞാൻ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാറുണ്ട്. രോഗികളെ കാണും, അവർക്ക് ആവശ്യമായ ആഹാരം കൊടുക്കും, ആവശ്യമായവർക്ക് കാശ് കൊടുക്കും, വസ്ത്രങ്ങൾ കൊടുക്കും. പിന്നെ വസ്ത്രം ഞാൻ എല്ലാ മാസവും പുതിയ വസ്ത്രം വാങ്ങിച്ച് വഴിയോരത്തുള്ള ആളുകൾക്ക് കൊടുക്കും. അതല്ലെങ്കിൽ ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ 9-ാം വാർഡുണ്ട്, അനാഥരായ ആളുകൾ, രോഗികളുടെ സ്ഥലം, അവിടെ കൊണ്ടുപോയി ഞാൻ ഏൽപ്പിക്കും. അതല്ലെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി അവർക്ക് കൊടുക്കും. പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ എനിക്കറിയാം. ഞാൻ സ്ഥിരമായി എല്ലാ മാസവും അവരുടെ വീട്ടിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു നിശ്ചിത എമൗണ്ട് ഞാൻ അവർക്ക് എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട്. ഈ ഉടമ്പടി വഴി എനിക്ക് ഒരുപാട് ആത്മീകമായി എനിക്ക് വളരാൻ സാധിച്ചു. പണ്ട് ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു. ഇന്ന് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കുചേരും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ ഏറ്റവും പാടാണ് നമ്മളെ വെറുക്കുന്നവരെ, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നെ ഒരുപാട് വിഷമിപ്പിച്ച ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വിഷമവും തോന്നില്ല. എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എൻ്റെ കണ്ണുകൾ നിറയും. അത്രയധികം ദൈവസ്നേഹം കർത്താവ് എന്നിൽ നിറച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ 1-ാമത്തെ നിയോഗമായി ഞാൻ വച്ചിരുന്നതും അത് തന്നെയാണ്. ദൈവസ്നേഹം നിറയുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുവാനുമാണ് ഞാൻ ആദ്യത്തെ നിയോഗം വച്ചത്. 2-ാമതായി ഞാൻ വച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റണമെന്ന്. ഞാൻ 3-ാമത്തെ നിയോഗമായി വച്ചത് എന്നെ അമ്മയുടെ സുവിശേഷ വേല ചെയ്യാനായി നിയോഗിക്കണമെന്ന്. ബാക്കിയുള്ള നിയോഗങ്ങളാണ് എനിക്ക് വേണ്ടിയും. അതിൽ ഞാൻ ഒരെണ്ണം വച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരും കർത്താവിനെ അറിയുവാനും വിശുദ്ധ ജീവിതം നയിക്കുവാനും അവസാന നിത്യതയിലെത്തുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ജനലക്ഷങ്ങളെ കർത്താവിലേക്ക് ആകർഷിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കാനും
എല്ലാവരും കർത്താവിൽ ആശ്രയിക്കുവാനും സ്വർഗത്തിലെത്തിച്ചേരുവാനും കഴിയട്ടെ എന്നും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ കൊന്തയുടെ ഒരു തന്നെ ഈ പ്രാർത്ഥനയാണ്. എന്നെ ഈ രീതിയിൽ ആത്മീകമായി വളർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നിങ്ങൾക്കേവർക്കുമായി കാഴ്ചവയ്ക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം.